ഓരോ വിദ്യാലയവും അത് സ്ഥിതി ചെയ്യുന്ന ദേശത്തിൻ്റെ സാംസ്കാരിക ചരിത്രത്തിൻ്റെ സാക്ഷ്യപത്രങ്ങളാണ്. പതിറ്റാണ്ടുകൾക്ക് മുൻപ് ഓത്തുപള്ളിയിൽ തുടങ്ങി കന്മനം പ്രദേശത്ത് പല തലമുറകൾക്ക് അക്ഷരജാലകം തുറന്നിട്ട് സാമൂഹിക പരിവർത്തനത്തിൻ്റെ ചാലകശക്തിയായി വർത്തിച്ച വിളക്കുമാടമാണ് AMUPS പാറക്കൽ. കാതങ്ങൾക്കപ്പുറവും അറിവിനെ സ്നേഹിച്ച ഒരു മഹാമനീഷി, ആയപ്പള്ളി കല്ലുവളപ്പിൽ കുഞ്ഞുട്ടിമാഷ് തുടങ്ങിവെച്ച ഈ ഗുരുകുലം തിരൂരിലെ പ്രമുഖ വിശ്വങ്കരനായ ഡോക്ടർ ആലിക്കുട്ടിയിൽ നിന്നും 2012 പ്രദേശത്തെ പൗരപ്രമുഖനും സാമൂഹ്യ സേവകനുമായ പടിയത്ത് ബഷീർ സാഹിബിൻ്റെ കരങ്ങളിലൂടെ ദൗത്യനിർവഹണം തുടരുന്നു. സ്കൂളിൻ്റെ ചരിത്രത്തിൽ രണ്ടാമത്തെ വനിതാ ഹെഡ് മിസ്ട്രസ്സായി ചുമതലയേറ്റ ഗീത ടീച്ചറുടെ നേതൃത്വത്തിൽ പ്രവേശനോത്സവം ഗംഭീരമായി. അറിവിൻ്റെ വാതായനങ്ങൾ തേടിയെത്തിയ കുരുന്നുകളെ മധുരം നൽകിയും നയനമനോഹര കാഴ്ചകളൊരുക്കിയും PTA നേതൃത്വത്തിൽ വിദ്യാലയാങ്കണം വരവേറ്റു. വിദ്യാലയത്തെ മാലിന്യമുക്ത വിദ്യാലയമായി പ്രഖ്യാപിച്ചുകൊണ്ടാണ് പരിസ്ഥിതി ദിനത്തെ എതിരേറ്റത്. പരിസ്ഥിതി ദിന സന്ദേശം, പോസ്റ്റർ പ്രദർശനം, ബാലസഭ തുടങ്ങിയ പരിപാടികൾ സംഘടിപ്പിക്കപ്പെട്ടു. വായനാ ദിനവുമായി ബന്ധപ്പെട്ട് വൈവിധ്യങ്ങളാർന്ന പരിപാടികളാണ് നടന്നത്. വായന അന്യവൽക്കരിക്കപ്പെടുന്ന കാലത്ത് പുസ്തകങ്ങളിലേക്ക് ചിന്തകളെത്തിക്കാൻ പ്രാപ്തമായ സാഹചര്യമൊരുക്കി. കുട്ടികളുടെ സുരക്ഷയും സംരക്ഷണവും മുൻനിർത്തി സ്കൂൾ സേഫ്റ്റി കമ്മിറ്റി രൂപീകരിച്ചു. വ്യായാമമുറകൾ ജീവിതത്തിൻ്റെ ഭാഗമാക്കുന്നതിനുള്ള പരിശീലനവും നൽകി. ലോകം ഭീതിയോടെ കേൾക്കുന്ന ലഹരി എന്ന മഹാവിപത്തിനെതിരെ റാലിയും ഹാൻഡ് പ്രിന്റ് പ്രൊട്ടസ്റ്റും നടത്തിയത് ശ്രദ്ധേയമായിരുന്നു. ജനാധിപത്യ മൂല്യത്തെയും പൗരാവകാശത്തെയും തിരിച്ചറിയാനുതകുന്ന തരത്തിൽ വ്യവസ്ഥാപിതമായ രീതിയിൽ സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടന്നു. ഷഹദാൻ K സ്കൂൾ ലീഡറും ഹന്ന മെഹറിൻ ഡെപ്യൂട്ടി ലീഡറായും സത്യപ്രതിജ്ഞ ചെയ്തു. ഈ അധ്യയന വർഷത്തെ ആദ്യത്തെ ജനറൽ ബോഡി യോഗം ജൂലൈ 1 നടന്നു. രക്ഷിതാക്കളുടെ സാന്നിധ്യം കൊണ്ടും അഭിപ്രായ നിർദ്ദേശങ്ങൾ കൊണ്ടും യോഗം സജീവമായിരുന്നു. PTA പ്രസിഡന്റായി ആയപ്പള്ളി ശംസുദ്ദീൻ, വൈസ് പ്രസിഡന്റായി പ്രജിത P തുടങ്ങിയവർ തിരഞ്ഞെടുക്കപ്പെട്ടു. ജൂലൈ 5 ബഷീർ ദിനത്തോടനുബന്ധിച്ച് കഥാപാത്രങ്ങളുടെ വേഷപ്പകർച്ചയും പുസ്തക പ്രദർശനവും കഥാപാത്ര നിരൂപണവും നടന്നു. പെരിന്തൽമണ്ണ MES ഡെന്റൽ കോളേജുമായി സഹകരിച്ച് ദന്തരോഗ നിർണയവും പുതിയ കാലത്തെ ഭക്ഷണ രീതിയുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണ ക്ലാസും ഏറെ പ്രയോജനകരമായിരുന്നു. ജൂലൈ 21 ചാന്ദ്രദിനത്തിൽ പ്രതീകാത്മക റോക്കറ്റുകൾ നിർമ്മിച്ച് കുട്ടികൾ ഞെട്ടിച്ചു കളഞ്ഞു. ഡോക്യുമെന്ററി പ്രദർശനം, കൊളാഷ്, ചുവർപത്ര നിർമ്മാണം തുടങ്ങിയവയിലൂടെ ആകാശലോകത്തെ വിസ്മയങ്ങളെ അടുത്തറിയാൻ കുട്ടികൾക്ക് അവസരമുണ്ടായി. കുട്ടികളുടെ നിർമ്മാണ വൈഭവത്തെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി രക്ഷിതാക്കൾക്കായി പ്രവൃത്തി പരിചയ ശില്പശാല സംഘടിപ്പിച്ചത് ശ്രദ്ധേയമായിരുന്നു. സ്കൂളിൻ്റെ ചരിത്ര വിജയമായി മാറിയ LSS USS സ്കോളർഷിപ്പ് വിജയികളെ PTA ആഭിമുഖ്യത്തിൽ ഉപഹാരം നൽകി ആദരിച്ചു. 34 കുട്ടികളാണ് സ്കോളർഷിപ്പിന് അർഹത നേടിയത്. ശാസ്ത്രഗണിത ചിന്തനങ്ങൾ ഉദ്ദീപിപ്പിക്കുന്നതിനും നിർമ്മാണ വൈഭവങ്ങൾ പ്രകടിപ്പിക്കുന്നതിനുമായി ശാസ്ത്ര പ്രവൃത്തി പരിചയമേള വിപുലമായ രീതിയിൽ തന്നെ നടത്താൻ സാധിച്ചു. കുട്ടികളുടെ പങ്കാളിത്തം കൊണ്ടും ഉൽപ്പന്നങ്ങളുടെ ആധിക്യം കൊണ്ടും മികവ് പുലർത്തിയ മേള ഗണിത സാമൂഹ്യ ശാസ്ത്രാവബോധം വളർത്താൻ ഉതകുന്ന പ്രവർത്തനങ്ങൾ കൊണ്ടും സമ്പന്നമായിരുന്നു. ലോകത്തിൻ്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായ യുദ്ധക്കെടുതിയുടെ ദുരന്തമുഖങ്ങൾ നഷ്ടങ്ങൾ മാത്രമാണ് ബാക്കിവെച്ചത് എന്ന സന്ദേശവുമായി ഹിരോഷിമ നാഗസാക്കി ദിനത്തിൽ SS ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ യുദ്ധവിരുദ്ധ റാലിയും പോസ്റ്റർ പ്രദർശനവും ബോധവൽക്കരണവും നടത്തി. കുട്ടികൾ മത്സരബുദ്ധിയോടെ പങ്കെടുക്കുന്ന ദിനാചരണങ്ങളിലും മറ്റും നടത്തിവരാറുള്ള ക്വിസ് മത്സര വിജയികൾക്ക് ഇനിയും ഉയരങ്ങൾ കീഴടക്കാൻ പ്രോത്സാഹന സമ്മാനം നൽകി ആദരിച്ചു. ഇന്ത്യ സ്വാതന്ത്ര്യമെന്ന മാധുര്യം നുണഞ്ഞിട്ട് 78 വർഷം പിന്നിടുന്ന വേളയിൽ വൈവിധ്യങ്ങൾ നിറഞ്ഞ പ്രവർത്തനങ്ങൾ കൊണ്ട് സമ്പന്നമായിരുന്നു. സഹിഷ്ണുതയും സഹവർത്തിത്വവും സഹാനുഭൂതിയും ഊട്ടിയുറപ്പിക്കുന്ന സന്ദേശങ്ങൾ വ്യത്യസ്തങ്ങളായ പരിപാടികളിലൂടെ സമൂഹത്തിന് കൈമാറി. നാം ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തിന് പിന്നിൽ എരിഞ്ഞടങ്ങിയ അനേകായിരങ്ങളുടെ ദീപ്ത സ്മരണകൾ പകർന്നുകൊണ്ടാണ് അധ്യാപകരും വിദ്യാർത്ഥികളും സ്വാതന്ത്ര്യദിനത്തെ വരവേറ്റത്. സ്നേഹത്തിൻ്റെയും സമത്വത്തിൻ്റെയും സന്ദേശം നൽകുന്ന ദേശീയോത്സവമായ
ഓണം ജനകീയമായ രീതിയിൽ ആഘോഷിക്കപ്പെട്ടു. കൂട്ടായ്മയുടെയും ഒത്തുചേരലിൻ്റെയും സാംസ്കാരിക വിളനിലമായി വിദ്യാലയം മാറി. രുചികരമായ ഭക്ഷ്യവിഭവങ്ങൾ ഇലയിൽ പകർന്നപ്പോൾ വൈജാത്യങ്ങളില്ലാതെ ഒരേ മനസ്സുമായി സ്നേഹത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും സന്ദേശങ്ങൾ കൈമാറി. പൂക്കളം തീർത്ത ഗന്ധത്തിലുയർന്ന പരിമളത്തിൽ കളിയാരവം മുഴക്കിയ മന്ത്രധ്വനികൾ ബാക്കിവെച്ചാണ് ഓണം കടന്നുപോയത്. വിദ്യാലയത്തിൻ്റെ ഏറ്റവും ആവേശകരമായ സ്കൂൾ ഒളിമ്പിക്സ് ദേശീയ ചാമ്പ്യൻ ടി സിറാജുദ്ദീൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ആവേശം അലതല്ലിയ കായിക മാമാങ്കം വിദ്യാർത്ഥികളുടെ ആധിക്യം കൊണ്ടും ആരവങ്ങൾ കൊണ്ടും സജീവമായിരുന്നു. വായനയുടെ വെളിച്ചം പകരൻ പദ്ധതിയുടെ ഭാഗമായി MLAയുടെ പുസ്തകവണ്ടി സ്കൂളിലെത്തിയത് കുട്ടികളിൽ കൗതുകമുണർത്തി. വായനയുടെ ലോകത്തേക്ക് ചിറകു വിടർത്തി പറന്നുയരാൻ 50-ൽ പരം പുസ്തകങ്ങൾ വിദ്യാലയത്തിന് സമ്മാനിച്ചാണ് അദ്ദേഹം മടങ്ങിയത്. കുട്ടികളിലെ സർഗവാസനകൾക്ക് ആവോളം പിന്തുണ നൽകിയിട്ടുള്ള വിദ്യാലയത്തിൽ സമ്പൂർണമായ രീതിയിൽ കലോത്സവം നടന്നു. മാപ്പിള കലാകാരൻ കൂടിയായ ഷാനവാസ് പറവന്നൂർ കലയാട്ടത്തിലെ മുഖ്യാതിഥിയായിരുന്നു. പതിവിൽ നിന്നും വിഭിന്നമായി ഗ്രൂപ്പുകളായി തിരിഞ്ഞ് താളചലന നടന വൈഭവങ്ങൾ മാറ്റുരഞ്ഞ കലാമാമാങ്കത്തിലെ വിജയികൾക്ക് സമ്മാന വിതരണവും നടന്നു. പുതിയ കാലവും ഭക്ഷണ രീതിയും അപകടങ്ങളും തിരിച്ചറിയുന്നതിനായി ഭക്ഷ്യവിഭവമേള ഒരുക്കിയത് കുട്ടികളിൽ തിരിച്ചറിവുണ്ടാകാൻ ഉതകുന്നതായിരുന്നു. വളവന്നൂർ പഞ്ചായത്തിലെ 18 വിദ്യാലയങ്ങൾ മാറ്റുരച്ച പഞ്ചായത്ത് സ്കൂൾ കലോത്സവത്തിൽ നമ്മുടെ വിദ്യാലയം ഓവറോൾ 1-ാം സ്ഥാനം കരസ്ഥമാക്കി. ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളടക്കമുള്ള വിദ്യാലയങ്ങളെ പിന്തള്ളിയാണ് ഈ നേട്ടം കരഗതമാക്കിയത്. രായിരിമംഗലത്ത് നടന്ന ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ അറബിക് മേളയിലും ഓവറോൾ 1-ാം സ്ഥാനം നേടി പാറക്കല്ലിൻ്റെ നാമധേയം താനൂരിൻ്റെ മണ്ണിൽ അലയൊലി തീർത്തു. ഉറുദു വിഭാഗം കലോത്സവത്തിൽ ഓവറോൾ 3-ാം സ്ഥാനവും കരസ്ഥമാക്കാൻ നമുക്ക് സാധിച്ചു. മികവുകൾ തുടർക്കഥയായി മാറിയ ധന്യമുഹൂർത്തങ്ങളെ ആഘോഷമാക്കാൻ PTA നേതൃത്വത്തിൽ വിജയാരവം ഘോഷയാത്ര സംഘടിപ്പിച്ചു. പഞ്ചായത്ത്, ഉപജില്ലാ, ജില്ലാ തലങ്ങളിൽ വെന്നിക്കൊടി പാറിച്ച പൊൻകിരീടങ്ങളുമായി കുരുന്നുകൾ ഘോഷയാത്ര അവസ്മരണീയമാക്കി മാറ്റി. നവംബർ 14 ചാച്ചാജിയുടെ ജന്മദിനം. റോസാപ്പൂവിൻ്റെ പരിമളച്ചാരുതയിൽ വിദ്യാലയത്തിലെ കുരുന്നു പൈതലുകൾ നടത്തിയ ശിശുദിന റാലി ഏറെ ജനശ്രദ്ധയാകർഷിച്ച പരിപാടികളിലൊന്നായി മാറി. പഞ്ചായത്ത് തല സ്കൂൾ കായികമേളയിൽ ഓവറോൾ 2-ാം സ്ഥാനം നേടി കരുത്തു കാണിച്ച പാറക്കല്ലിൻ്റെ താരകങ്ങൾ ഉപജില്ലാ, ജില്ലാ തലങ്ങളിലും ചാരുതയേറിയ പ്രകടനമാണ് കാഴ്ചവെച്ചത്. പഠന പാഠ്യേതര മികവുകൾക്കൊപ്പം ഭക്ഷണ വൈവിധ്യത്തിലും കുട്ടികളുടെ മനസ്സറിയാൻ ശ്രമിച്ചിരുന്നു. മാസത്തിൽ ഒരു തവണയെങ്കിലും സ്പെഷ്യൽ ഫുഡ് നൽകാൻ സാധിച്ചു എന്നത് വയറിനൊപ്പം മനസ്സും നിറയ്ക്കുന്ന കാഴ്ചയായിരുന്നു. സേവന സന്നദ്ധതയും സാമൂഹിക ഉത്തരവാദിത്വങ്ങളും അടുത്തറിയാൻ സ്കൗട്ട് ആൻഡ് ഗൈഡ്, കബ്ബ്, JRC തുടങ്ങിയ യൂണിറ്റുകൾ സ്കൂളിൽ പ്രവർത്തിച്ചു വരുന്നു. കുട്ടികളുടെ സർവ്വതോന്മുഖമായ വികാസത്തിന് അനുയോജ്യമായ സാഹചര്യങ്ങളൊരുക്കുന്ന വിളനിലങ്ങളാണ് വിദ്യാലയങ്ങൾ. അഭിരുചികളെ തിരിച്ചറിയാൻ പ്രാപ്തമായ അധ്യാപനവും നൈപുണികൾ ഉരച്ചുനോക്കി പരിപോഷിപ്പിച്ച് മാറ്റുകൂട്ടാൻ വെമ്പൽ കൊള്ളുന്ന മനസ്സകങ്ങളും സൃഷ്ടിച്ച് പാറക്കൽ സ്കൂൾ അതിൻ്റെ ജൈത്രയാത്ര തുടരുകയാണ്. പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചത് മുന്നിൽ നിന്ന് നയിച്ച സ്കൂളിൻ്റെ നായിക പ്രിയപ്പെട്ട ഗീത ടീച്ചറിൻ്റെ അർപ്പണബോധവും നേതൃപാടവവുമാണ്. ഒരുമയ്യായി വിദ്യാലയത്തെ ചലിപ്പിച്ച അധ്യാപകർ, എന്തിനും ചേർന്ന് നിന്ന് സ്ഥൈര്യം നൽകിയ PTA, മാനേജ്മെൻറ്റ് തുടങ്ങി വിദ്യാലയത്തെ എന്നും ചേർത്ത് പിടിച്ച ഒരു പറ്റം നന്മ മനസ്സുകളുടെ പ്രവർത്തനത്തിൻ്റെ നേർക്കാഴ്ച നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നു.